ഒരു ദിവസത്തെ പ്രതിസന്ധിക്കൊടുവിൽ ദുബായ് തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പറന്നു. ബുധനാഴ്ച രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിലെ 150 യാത്രക്കാരാണ് 28 മണിക്കൂർ കുടുങ്ങിക്കിടന്നത്. ബുധനാഴ്ച പുലർച്ചെ 6:05 പുറപ്പെടേണ്ടിയിരുന്ന ദുബായ് തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഒരു ദിവസത്തിനു ശേഷം ഇന്ന് രാവിലെ 11:30 പറന്നത്. വിമാനം വൈകിയതോടെ 180ഓളം യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. പിതാവ് മരിച്ചതിനെ തുടർന്ന് അടിയന്തരമായി നാട്ടിലേക്ക് പോകുന്നവരുൾപ്പെടെ യാത്രക്കാരായി ഉണ്ടായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരോട് പ്രതികൂല കാലാവസ്ഥ മൂലം വിമാനം അല്പം വൈകുമെന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് പലതവണ സമയം മാറ്റി. പ്രതിഷേധം ശക്തമായതോടെ യാത്രക്കാരെ വിമാനത്തിനുള്ളിൽ കയറ്റിയെങ്കിലും പകരം ഏർപ്പാടാക്കിയ വിമാനവും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പുറപ്പെട്ടില്ല. യാത്രക്കാർ വിമാനത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതോടെ 3 മണിക്കൂറുകൾക്ക് ശേഷം യാത്രക്കാരെ പുറത്തിറക്കി. തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലെത്തേണ്ട വിമാനം മോശം കാലാവസ്ഥ കാരണം റാസൽ ഖൈമയിലേക്ക് തിരിച്ചുവിട്ടിരുന്നുവെന്നും ഇതിനാലാണ് ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് വൈകിയതെന്നുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം. ജനം, ദുബായ്.